ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ മന്ദാരം ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മന്ദാരപ്പൂ കണ്ട നമ്മുടെ ഒറിജിനൽ മന്ദാരപ്പൂ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ ചുമരിനോട് ചേർന്ന് തന്നെ ഉണ്ടായി നിൽക്കുന്നത് കണ്ട എന്തൊരു ഭംഗിയാണല്ലേ. ഇന്നപ്പോൾ നമ്മൾ വന്നേക്കണത് നമ്മുടെ സ്വന്തം വീട്ടിലോട്ടാണ് കേട്ടോ. വെറ്റിലപ്പാറയാണ് നമ്മുടെ സ്വന്തം വീട്. അപ്പോൾ ദേ പോരുന്ന വഴി വീട് എത്താറായി. പ്ലേ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു ഐസ്ക്രീം ഉണ്ട് കിടക്കുന്നുണ്ടായിട്ട്. അപ്പോൾ മഴയൊക്കെ തോർന്ന കാരണം കൊണ്ട് ഇറങ്ങി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ബാക്കിലോട്ട് നോക്കിയപ്പോൾ പുഴയിൽ വെള്ളം ഉണ്ടോ നോക്കിയതാണ് കേട്ടോ. പുഴയിൽ കുറച്ചേ വെള്ളമേ ഉള്ളൂ. പിന്നെ അതേ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തിണ്ടായിരുന്നു. ഞാൻ ആദ്യം അകത്തേക്ക് കയറുമ്പോഴേക്കും ഒരാൾ പാൻ്റെ കൂരി ട്രൗസറൊക്കെ ഇട്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഒരാൾ തിരികെ പെരകൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്കും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ഇവിടെ വന്നാൽ തിരികും പെരകൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യം ഫ്രിഡ്ജാണ് തപ്പാറ് കേട്ടോ. പക്ഷേ ഇവൻ ഇവിടെ ആകെ തപ്പിക്കൊണ്ട് നടക്കണം. കിടുവിന് തപ്പിപ്പോൾ കിട്ടിയത് ചക്ക വറുത്ത് കണ്ട് ഞാനും കിടും കൂടി ചക്ക വറുത്ത് കഴിച്ചു. പുറത്ത് നല്ല മഴയല്ല, അപ്പോൾ ചായ ഉണ്ടായിരുന്നു. ചായയും ചക്ക വറുത്ത് സൂപ്പറല്ലേ. പുറത്ത് കണ്ട മഴയത്ത് നമ്മുടെ മന്ദാരപ്പൂ നിൽക്കണ കണ്ട. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ഒരാൾ ഹെൽമെറ്റ് വെച്ച് ഓടണം. കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വരാൻ പോണതാണ് കേട്ടോ. എനിക്കിതേ ഫ്രിഡ്ജ് തപ്പിപ്പോൾ കിട്ടിയതേ കേക്കാണ് കേട്ടോ. അമ്മ എവിടെ നോ പണി സ്ഥലത്ത് നിന്ന് കൊണ്ടുവച്ചാണ് കേട്ടോ. ഞാനും ഇവിടെ മോനെ എന്തായാലും തീർത്തേണ്ടത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നമ്മുടെ റൂമിൻ്റെ അവസ്ഥ കണ്ടോ. ഇതാണ് എൻ്റെ അലമാരി തുറന്നു നോക്കട്ടെ കേട്ടോ. അയ്യോ, തുറക്കുമ്പോൾ എന്തോ പൂത്ത മണവനിട്ട. നമ്മൾ വിഷുവിന് വന്നതാണ്. അപ്പം ഇത്രയും ദിവസം അടഞ്ഞ് കിടക്കല്ലായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സുകളൊക്കെ കുറവാണ് കേട്ടോ. കല്യാണ സാരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ടെഡി ബിയർ, പിന്നെ 1-2 ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറേ പുതപ്പുകളും ഉണ്ടാവും. ഇതേ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടെന്ന് രണ്ടാളോട് ചീട്ടുകളി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുക്കളയിൽ പോയിട്ട് എന്നിട്ടാ കഴിക്കാനുള്ളത് നോക്കി നോക്കട്ടെ കേട്ടോ. അമ്മ ഞങ്ങൾ വരുന്ന പറഞ്ഞപ്പോൾ എന്തിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിരുന്നു നോക്കട്ടെ. പയറ് കറി എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം അത്. പിന്നത്തെ എന്നിട്ട് അത് കുടിക്കണ വെള്ളം തന്നെയാണ്. എനിക്ക് മനസ്സിലായി. ഇത് ചായയോ അല്ലെങ്കിൽ കാപ്പിയായിരിക്കും. നോക്കിയത് തന്നെ. ഇനി എന്നിട്ടാ നോട്ടവില ഉണക്കമീൻ അതിനും വറുത്ത് വെച്ചിട്ടുണ്ടോ വേണേ നോക്കാം. അത് ബിരിയാണി റൈസ് അതും പണി സ്ഥലത്തു നിന്ന് അങ്ങനെ കൊണ്ടുവന്നതായിരിക്കാം. എന്നിട്ട് ഇതെന്തിട്ടാണ്? ഇത് നമ്മുടെ ചെമ്മീനാണ്. ചെമ്മീൻ കുത്തി പൊടിച്ച് വെച്ചിരുന്നതാണ്. അത് അടിപൊളിയായിരിക്കും. പക്ഷേ ഡുടുമോ കൊടുക്കാൻ പറ്റില്ല, അലർജി. ഇവിടെ എന്നിട്ട് കിടു എന്നിട്ട് എടുക്കുന്ന പമ്പരം കിട്ടിയിട്ടുണ്ട്. അത് കറക്കി കളിക്കുന്നുണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ, മിണ്ടാണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ. ഡുഡുമോൻ എന്നിട്ട് എടുക്കണം. ഡുഡുമോൻ എന്നിട്ടാ നോക്കട്ടെ കേട്ടോ. ഡുഡുമോൻ ഈ ഫോണിൽ ഗെയിമോ സിനിമയോ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ദേ നമ്മുടെ അമ്മ 5 മണിയായപ്പോൾ വന്നപ്പോഴേ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചാലക്കുടിയിലായിരുന്നു പണി. ചിക്കനും ഉണ്ട്, ചാളയുണ്ട് കേട്ടോ. രണ്ടും കൂടെ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടെന്ന് വെക്കാൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ചാള എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ വെക്കാം. ചിക്കൻ റെഡിയാക്കാനായിട്ട് ഞാൻ കഴുകണേക്കാളും മുന്നിൽ ഉപ്പിട്ടിട്ട് കഴുകി കൊടുക്കുമോ. ഉപ്പിട്ട് തിരുമ്പി കഴുകാൻ നന്നായി അതിൻ്റെ ചോരൊക്കെ പൂട്ടാം. പിന്നെ അതിലത്തെ നെയ്യും അതിൻ്റെ പാടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നന്നായി ഞാൻ എടുത്ത് കളട്ടെ. എനിക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ തൃപ്തിയാവില്ലെന്ന് കളഞ്ഞെങ്കിൽ. ചിക്കൻ കറി ഞാൻ തന്നെ കഴുകി വാരി വെച്ച് കഴിച്ചാൽ എനിക്കൊരു തൃപ്തിയാവുള്ളൂ കഴിച്ചാൽ. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസ്സിൽ പിടിക്കായൊക്കെ തോന്നും കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒരു 3-6 പ്രാവശ്യം കഴുകി വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാല തയ്യാറാക്കാം. ചിക്കൻ്റെ 2 കാലൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛമ്മ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് മസ്റ്റാണ് ചിക്കൻ കാല്. അപ്പോൾ അത് പൊരിച്ച് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ഇന്ന് പൊരിക്കും വറക്കും എന്തോ നോക്കാം നമുക്ക്. ഇതെന്തായാലും തയ്യാറാക്കും. നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ട് നോക്കും. ഇവിടെ സാധനങ്ങളൊന്നും എനിക്കറിയില്ല, അമ്മയ്ക്കും അറിയില്ല. അമ്മ എവിടെയാണെന്ന് വെച്ചാൽ അമ്മയ്ക്കും അറിയില്ല കേട്ടോ. അമ്മ വെക്കിലൊന്നും കുറവാണ്. ഒന്നില്ലെങ്കിൽ പണി സ്ഥലത്ത് നിന്ന് കഴിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് റസ്കും ചായക്കും ഷുഗറും കൂടെ ഉള്ള കാരണം. ഇതെന്തായാലും തിരുമ്പി വയ്ക്കട്ടെ. പിന്നെ നമുക്ക് ചിക്കൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇവിടെ മസ്റ്റായിട്ട് നമ്മൾ പൊറോട്ട എന്തെങ്കിലും വാങ്ങിക്കാറ്. എന്തായാലും കുറച്ച് ചോറുണ്ട്, അതൊന്ന് തിളപ്പിച്ച് വെക്കട്ടെ. ചിലപ്പോൾ കിടുവിന് ചോറ് തന്നെ വേണ്ടി വരും. നമുക്ക് ഇവിടെ താഴെ കുറേ കടകളുള്ള തന്നെ അതിരപ്പള്ളി റൂട്ടല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് പൊറോട്ട, ചപ്പാത്തി, ദോശ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ബ്രെഡ് വാങ്ങിക്കാറ്. ഇനി എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് അറിഞ്ഞാൽ. അപ്പോൾ അവർക്കുള്ള ചിക്കൻ കാലൊക്കെ വറുത്ത് റെഡിയാക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി നമ്മൾക്ക് വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ സവോളയൊക്കെ വാട്ടിക്കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയാക്കാലോ. അപ്പം പിന്നെ നാളെ രാവിലത്തെയും പണി തീർന്നില്ലേ. അപ്പം അതിലുള്ള സവോളയും ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തിട്ടാ. പിന്നെ നമ്മളേ
ഈ വാട്ടിൽ മാത്രം ഗ്യാസ് അടുപ്പിലോട്ട് നമ്മുടെ അമ്മ കുളിക്കാനായിട്ട് വിറക് അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തീ വെറുതെ പോവല്ലേ, എന്തായാലും ഗ്യാസ് എന്തിനാ വെറുതെ കളയണത്. അപ്പോൾ അവിടെ വെച്ച് കൊടുക്കട്ടെ അത് സെറ്റായിട്ട്. ഇവിടെ വരുമ്പോൾ എനിക്ക് വെളിച്ചെണ്ണക്ക് ഞാൻ ധാരാളം വാരിക്കോരിട്ട് കൊടുക്കട്ടെ. ഇവിടെ സാധനങ്ങളും അതെ, ഇവിടെ വരുമ്പോൾ എനിക്ക് പിശുക്കത്തരല്ലേ, എൻ്റെ വീട്ടിലാണെങ്കിൽ പിശുക്കത്തരം കാണിക്കും. ഇവിടെ വരുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവേ. പിന്നെ അമ്മയ്ക്കാന ഇന്നത് മേടിക്കാൻ അങ്ങനെ മടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ അത് സെറ്റായി. അപ്പോൾ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടാ, സൂപ്പറായില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കണേ.